അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പഴയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താ പുതിയൊരു വീഡിയോ അല്ലാത്തത് അല്ലേ? കറക്റ്റ് ഒരു വർഷം മുൻപ് എടുത്തിട്ടുള്ളൊരു പഴയ വീഡിയോ ആണ് കേട്ടോ. ഇത് എൻ്റെ ഡ്രാഫ്റ്റിൽ കുറേ ആയി കിടക്കുന്നത്, റിമൂവ് ചെയ്യാൻ തോന്നുന്നില്ല. ഇപ്പം ഇത് അപ്ലോഡ് ചെയ്യാനൊരു കാരണമുണ്ട്. നമ്മളെ ബ്രദറിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ എടുത്ത വീഡിയോ ആണ് ഇത്. ഹൗസ് വാമിങ്ങിൻ്റെ കറക്റ്റ് തലേ ദിവസം എടുത്തിട്ടുള്ള നമ്മളെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന, വീട് മുഴുവനായിട്ടും ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ആ ഒരു വീഡിയോ ആയിരുന്നു ഇത്. എന്താണെന്നറിയില്ല, ആ ഒരു ടൈമിൽ എനിക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോഴാണ് ഞാനിത് കുറേ ആയി ഞാൻ ഡ്രാഫ്റ്റിൽ കാണുന്നത്. അപ്പോൾ ഞാൻ കരുതി കറക്റ്റ് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു വർഷം ആവുകയാണേ ഇന്ന്. അപ്പം കറക്റ്റ് ടൈം എന്ന് പറയുന്നത് ഇന്നാണല്ലോ ഇത് അപ്ലോഡ് ചെയ്യാൻ. നമുക്ക് ഞങ്ങൾ ഫാമിലിക്കൊക്കെ ഒന്ന് നൊസ്റ്റാൾജി ആയിട്ട് അന്ന് എന്തൊക്കെയായിരുന്നു, അതിൻ്റെ തലേ ദിവസം എന്തൊക്കെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നതൊക്കെ കാണാൻ ഒരു രസമായിരിക്കില്ലേ. അപ്പോൾ കരുതി ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാന്ന്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ നിന്നും നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ പുതിയ വീട്ടിലേക്ക്. ഞങ്ങളെ തറവാട് അവിടെയായിരുന്നു, അവിടെയാണ് ബ്രദർ വീട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ രാത്രിയൊന്നും ആയിട്ടില്ല, ജസ്റ്റ് മഗ്‌രിബ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ വീട് കണ്ടിട്ട് ഒരുപാട് രാത്രിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നടക്കാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. എന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഈ ഒരു വീടിൻ്റെ മുഴുവനായിട്ടുള്ള ഹോം ടൂറും ഗാർഡൻ ടൂറും ഒക്കെ ഞാൻ വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഹോം ടൂറൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. പിടിച്ച ഇതെന്റെ ക്ലാസ്മേറ്റ് ആണ് ഗൈസ്. ടൈമിലേക്ക് സ്വാഗതം, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ നാളെ എൻ്റെ ബ്രദറിന്റെ ഹൗസ് വാമിങ് നടക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഖത്തറിൽ നിന്ന് സ്പെഷ്യലായിട്ട് വന്നതാണ്. ഇത് നമ്മുടെ ജൈത്തൂൻ മരം ഉണ്ടല്ലോ, ഒലീവിൻ്റെ ട്രീ ആണ്, ആർട്ടിഫിഷ്യൽ ട്രീ. ഇത് നമ്മൾ മുഴുവനായിട്ടും അടിച്ചു വാരി പൊടിയോ ഒക്കെ കളഞ്ഞ് തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇതാണ് കിഡ്സ് ബെഡ്റൂം. ഞാൻ മെനഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴുള്ളതിലും കുറച്ചുകൂടി മാറ്റങ്ങൾ. സോറി, അത് മൈമോയുടെ ഹെഡാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിച്ചു വരാനും തുടക്കാനും പൊടിയൊക്കെ കളയാനും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ട് നിങ്ങളിതൊക്കെ ഒന്ന് കണ്ടു നോക്കേ.
നല്ല രസമുണ്ടല്ലോ, നല്ല രസമുണ്ട്. പോവാൻ നിൽക്കുവാൻ അത് ഇട്ടത്, അന്നേരം പിന്നെ പോകുന്നത് വേണ്ടേ വേണ്ട. അമ്മ ബാക്കലുണ്ട്. ഇല്ല ഇല്ലല്ലോ. അമ്മായി വരുന്നില്ല. ഫ്രിഡ്ജ് അൺബോക്സിങ്. അൺബോക്സിങ് അൺബോക്സിങ് ആയിക്കില്ല. ഞാൻ പൊട്ടിയ പൊട്ടിപ്പോ ഓരോന്ന് കാണിച്ചോ. സ്റ്റീൽ പാത്രങ്ങളാണ്. എനിക്ക് പാത്രം ரொம்ப പിടിച്ച് ഒരു പാത്രം കൂടി ഉണ്ടെങ്കിൽ
സോറി ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. സോറി, എൻ്റെ സൗണ്ട് കുറച്ച്. വീട് മുഴുവനായിട്ടും അടിച്ചു വാരി തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു കിച്ചണിലുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാനും സെറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാത്രങ്ങളിലൊക്കെ ഓരോ സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുകയൊക്കെ ചെയ്ത് എല്ലാം മുഴുവനായിട്ടും സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുലർച്ചെ 1:30-2 മണിയായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ മുഴുവനായിട്ടും നമ്മുടെ ഉപ്പ് പുളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാത്രത്തിലൊക്കെ എല്ലാ പാത്രത്തിലും സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചതിന് ശേഷം ഞങ്ങൾ പോയിട്ട് കിടന്നിട്ട് പിറ്റേന്ന് രാവിലെ വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ കൂടലിൻ്റെ അന്ന് രാവിലെയാണ് ബാക്കിയുള്ള ഫേർണിച്ചേഴ്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സോഫ സെറ്റും ചെയേഴ്സും ടീപ്പോയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് അന്ന് രാവിലെ ആയിരുന്നേ. അപ്പോൾ ഇതാ അന്ന് രാവിലെയാണ് ഇതൊക്കെ ഇറക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ജോലി വേറെയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചും കഴിച്ചിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാനൊരു ഇത്തിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പാല് കാച്ചലിൻ്റെയും കയറുന്നതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്തേക്കും അത്യാവശ്യം ഗസ്റ്റൊക്കെ എത്തിയതുകൊണ്ട് തന്നെ പിന്നീട് ഈ ഫോണും പിടിച്ച് വീഡിയോ എടുക്കാനോ ഒന്നിനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരുപാട് ആളുള്ളതുകൊണ്ട്. അപ്പോൾ ഈ ഒരു വീട്ടിൽ കൂടുതലിൻ്റെ അപ്ഡേഷൻസ് ആയിട്ട് ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഡീറ്റെയിൽ ആയിട്ടൊരു ഹോം ടൂറായിട്ട് നമുക്ക് ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.